വല്യച്ഛൻ പഴങ്ങനാട് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടത് ഞാൻ ഓർമ്മിക്കുകയാണ്. 2 പ്രാവശ്യം പഴങ്ങനാട് ആശുപത്രിയിൽ പോയതാണ് ഞാൻ ഓർമ്മിക്കുക. ഒരു പ്രാവശ്യം എന്നെയാണ് അച്ഛൻ കൂട്ടിന് കൊണ്ടുപോയത്. വല്യച്ഛൻ്റെ കൂടെ ആശുപത്രിയിൽ ഞാനും വല്യച്ഛനും കൂടെ ചെലവഴിച്ച ദിവസങ്ങളെ ഞാൻ പ്രത്യേകമായിട്ട് ഓർമ്മിക്കുക. കാലിന് വേദനയായിട്ട് അൾസർ പോലുള്ള വല്യച്ഛൻ്റെ കാലിന് എപ്പോഴും ഒരു കെട്ടുണ്ടായിരുന്നു. വെരിക്കോസിൻ്റെ അസുഖം പിടിച്ച് അത് പൊട്ടി എന്നും ഒരു കാലിന് കെട്ടുമായിട്ടാണ് വല്യച്ഛൻ നടന്നിരുന്നത്. ഒരു പട്ടീസ് എപ്പോഴും അച്ഛൻ്റെ കാലിൽ കാണാൻ സാധിക്കും. വേദന കുറയ്ക്കാനും അതിൻ്റെ മുറിവിൽ നിന്ന് വരുന്ന സിറം വലിച്ചെടുക്കാനും വേണ്ടിയിട്ടൊക്കെയാണ് ഈ കെട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഒത്തിരി വേദന കൂടിയ സമയത്ത് മരണത്തിന് തൊട്ട് മുമ്പിലത്തെ പഴങ്ങനാട് ആശുപത്രി പ്രവേശനത്തിൽ എന്നെ കൊണ്ടുപോയിരുന്നു. എന്നോട് വല്യച്ഛൻ ഒത്തിരി താല്പര്യം കാണിച്ചിരുന്നു. എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നോടും പിന്നെ ചിന്നപ്പള്ളി അച്ഛനോടുമായിരുന്നു വല്യച്ഛൻ ഇങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ പ്രത്യേക താല്പര്യവും കൂടെ കൊണ്ടുപോകാനുമൊക്കെ പിന്നെ താല്പര്യം കാണിച്ചത്. അവസാനം ചിന്നപ്പള്ളി അച്ഛൻ എന്നെ കൊണ്ടുപോയ അവസരത്തിലാണ് വല്യച്ഛൻ മരിച്ചത്. അപ്പോൾ ഞാനും വല്യച്ഛനും ആശുപത്രിയിൽ ചെലവഴിച്ച കാലഘട്ടത്തെ ഓർമ്മിക്കുകയാണ്. അന്നുണ്ടായ നല്ല മാതൃകകളെ ഞാൻ ഓർമ്മിക്കുന്നു. വല്യച്ഛനെ ശുശ്രൂഷിക്കുവാൻ അവസരം ലഭിച്ചത് ഞാൻ ഓർമ്മിക്കുന്നു. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.